സാർ, കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഖാർഗെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. പക്ഷെ അത് കുറച്ച് വിവാദമായിട്ടുണ്ട്. ഏതാണ്ട് 3000 വർഷത്തോളം പഴക്കമുള്ള ഒരു ഹിന്ദു രാഷ്ട്രത്തിന് 100 വർഷം പഴക്കമുള്ള ഒരു RSS സംഘടനയുടെ പിൻബലം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ RSS വേണോ ഈ ഹിന്ദു രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ എന്നൊരു സ്റ്റേറ്റ്മെന്റാണ് പറഞ്ഞത്. അപ്പോൾ അത് വലിയ വിവാദമാവുകയും ചെയ്തു. സാർ അങ്ങനെ ഒരു ന്യൂസ് കേട്ടില്ലായിരുന്നു. അപ്പോൾ എന്താണ് അതിന്റെ വസ്തുത? RSS നേരിട്ട് പറഞ്ഞില്ല, എന്തറിയാമോ? കഴിഞ്ഞ തവണ RSSനെ നിരോധിക്കുമെന്ന് പറഞ്ഞ് പണി കിട്ടി നിൽക്കുകയാണ് പ്രിയങ്ക ഖാർഗെ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് 3000 വർഷം പഴക്കമുള്ള ഹിന്ദു മതത്തിന് 3000 വർഷം പഴക്കമല്ല, അത് അദ്ദേഹത്തിന്റെ അജ്ഞതയാണ്. 5000-ലേറെ വർഷം പഴക്കമുള്ളതാണ് ഹിന്ദു മതം. വലിയ ട്രഡീഷൻ ഉള്ളതാണ്. എന്തായാലും 3000 വർഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആ മതത്തിന് 100 വർഷം പഴക്കമുള്ള രജിസ്റ്റർ ചെയ്യാത്ത അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. രജിസ്റ്റർ ചെയ്യാത്ത ഒരു സംഘടന 100 വർഷം മാത്രമേ ഉള്ളൂ. ഇവരുണ്ടെങ്കിലേ ഈ മതം നിൽക്കുള്ളൂ. 3000 വർഷം നിന്നെങ്കിൽ, അല്ലെങ്കിൽ 2900 വർഷം നിന്നെങ്കിൽ, ഇനിയിപ്പോ നിങ്ങളും കൂടെ വന്നെങ്കിലേ ഇത് നിലനിൽക്കുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് രാഷ്ട്ര പുരോഗതിക്ക്, സാമൂഹിക നീതിക്ക്, സാമ്പത്തിക പുരോഗതിക്ക് എല്ലാം ഈ BJPയും RSSും വലിയ തടസ്സമാണ്. അതുകൊണ്ട് ഇതൊക്കെ ഇല്ലാത്തത് വേണമെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ തുടക്കം. എന്നിട്ട് അദ്ദേഹം അംബേദ്കറേയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. അംബേദ്കർ പിന്നെ ഹിന്ദു മതത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെടുത്ത് വായിക്കണം എന്നുള്ള മട്ടിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം വ്യക്തമാണ്. അദ്ദേഹമല്ല, കോൺഗ്രസ് പൊതുവെ ഒരു ഹിന്ദു രാഷ്ട്രത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് BJPയും RSSനെ എതിർക്കുന്ന നയം കുറെ നാളായിട്ട് തുടരുകയാണ്. BJPയോ RSSോ ഹിന്ദു രാഷ്ട്രം വേണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. ഉണ്ടോ? പലരും പല പുസ്തകങ്ങളിലോ പലതിലൊക്കെ പലരും വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുന്നല്ല. അല്ലാതെ RSS എന്നുള്ള സംഘടന ഇതിപ്പോ നമ്മൾ നാളെ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് ഹിന്ദുരാഷ്ട്രമാക്കണം എന്നുള്ളൊരു സിദ്ധാന്തത്തിലേക്ക് അവരിന്നുവരെ പറഞ്ഞിട്ടില്ല. മറിച്ച് മോഹൻ ഭഗവത്തിന്റെയൊക്കെ സംഭാഷണങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മുസ്ലിങ്ങളെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിയ ഒരു സാമൂഹിക ക്രമം ഇവിടെ വേണമെന്നേ അവർ പറയുന്നുള്ളൂ. അതൊരിക്കലും അവരുടെ എല്ലാം മതാചാരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു പുതിയ സംവിധാനം വേണമെന്നല്ല പറയുന്നത്. പക്ഷേ പ്രിയങ്ക ഖാർഗെ അതിനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസ്സുകാർ പൊതുവെ കുറെ നാളായിട്ട് പറയുന്നതാണ്. അതിൽ അവർ ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ എൻ ബ്ലോക്ക് ആയിട്ട് വോട്ട് ചെയ്യുന്നവരാണ്. ആ എൻ ബ്ലോക്ക് വോട്ട് കിട്ടിയാൽ പിന്നെ ജാതിയോ മതമോ ഒക്കെ പറഞ്ഞ് കുറച്ച് ഹിന്ദു വോട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഭരണത്തിലെത്താൻ കഴിയും എന്നുള്ള സിദ്ധാന്തം തന്നെയാണ്. ഇത് പണ്ട് മുതലേ വെച്ച് നടന്നൊരു സിദ്ധാന്തമാണ്. നമുക്കറിയാലോ, മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ എവിടെയായാലും അവരുദ്ദേശിക്കുന്നിടത്ത് എൻ ബ്ലോക്ക് ആയിട്ട് അവർ വോട്ട് ചെയ്യും. അതേസമയം ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തും ഹിന്ദുക്കൾ എൻ ബ്ലോക്ക് ആയിട്ട് ഒരിടത്തും വോട്ട് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കഷ്ടിച്ച് ഗുജറാത്ത് പറയാം. ഗുജറാത്തിൽ പോലും ബാക്കിയുള്ള വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കഴിഞ്ഞ ഇലക്ഷനിൽ 7000-ന് അടുപ്പിച്ച് വോട്ടാണ് രജിപൂർ മണ്ഡലത്തിൽ കിട്ടിയത്. അപ്പം അവിടെ അത്രയേ ഉള്ളൂ വോട്ട്. അപ്പൊ അതിന് വലിയൊരു വിഭാഗം തിരിച്ച് BJPക്കെതിരെ വോട്ട് ചെയ്യുന്നവരും ഉണ്ട്. അതാണ് ഹിന്ദുവിന്റെ ഒരു ശൈലി. അതേസമയം മുസ്ലിം മെജോറിറ്റിയുള്ള ഏത് കോൺസ്റ്റിറ്റ്യുവൻസി എടുത്ത് നോക്കിയോ അവിടുത്തെ എൻ ബ്ലോക്ക് വോട്ടും ഒരു 10% പോലും തിരിച്ചു വോട്ട് ചെയ്യുന്നവർ കുറവാണ്. അപ്പൊ ഈ എൻ ബ്ലോക്ക് വോട്ട് ബാങ്കിനെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ഒക്കെ കാണുന്നത്. അപ്പൊ ആ എൻ ബ്ലോക്ക് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കുറച്ചുകൂടെ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് തെറ്റി നിൽക്കുന്ന ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ, അതിനാണ് അംബേദ്കറെ പിടിക്കുന്നത്. അംബേദ്കർ പറഞ്ഞത് വായിച്ചു നോക്കാനാണ് ഇപ്പം ഖാർഗെ പ്രിയങ്ക ഖാർഗെ പറയുന്നത്. അംബേദ്കർ പറഞ്ഞത് ഹിന്ദു മതത്തിന്റെ കാര്യം മാത്രമല്ല, അദ്ദേഹം ഇസ്ലാം മതത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹിന്ദുവായി ജനിച്ചു, ഞാൻ ഹിന്ദുവായി മരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ ഹിന്ദു മതത്തിലെ ചില അനീതികൾ ഉള്ളത് കൊണ്ടാണ്. അതായത് വിഭാഗീയമായ ചില ചിന്തകളും അനീതികളും ഒക്കെ ഹിന്ദു മതത്തിൽ അനാചാരങ്ങളും നിലനിന്നുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. കാരണം അത് കറക്റ്റ് ചെയ്യാൻ വലിയ പാടാണെന്നാണ് അദ്ദേഹം വിളിച്ചത്. പക്ഷേ അത് കറക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഈ 100 വർഷം പഴക്കമുള്ള RSS വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ അസമത്വം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു കാരണം RSSും BJPയും ആണെന്ന് നമ്മൾ കാണാതെ പോകരുത്. വേറെ ഒരു കക്ഷികൾക്കും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. അതായത് പിന്നോക്കക്കാർ മാത്രമല്ല, പിന്നോക്കക്കാരെ വരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ബീഹാറിലായാലും ജാർഖണ്ഡിലായാലും UPയിലായാലും ഒക്കെ ആ മാറ്റങ്ങൾ വരുത്തുന്നതിനും സഹായിച്ചത് RSSും BJPയാണ്. അല്ലാതെ ഇവിടുത്തെ
പിന്നെ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു സംഘടനകളോ അല്ല. അല്ല, അവര് അതായത് 70 വർഷമോ 75 വർഷം ഭരിച്ചിട്ടും അവർക്ക് ഇതൊന്നും കഴിഞ്ഞിട്ടില്ല അല്ല, എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു സംസ്കാരം നമുക്ക് ശരിക്കും തിരിച്ചു കിട്ടിയതുപോലെ തോന്നുന്നുണ്ട് അല്ലേ? Yes. മോദി പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രിയായപ്പം രണ്ട് വിഭാഗങ്ങളെയും, അതായത് പിന്നെ മുന്നോക്ക വിഭാഗത്തിനെ പിന്നോക്ക വിഭാഗത്തിനെ ഒരുപോലെ ഒപ്പം നിർത്തി അതെ. ഹിന്ദു പിന്നെ എന്ന് പറയുന്നത് അതെ. ഒരു പിന്നെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു കൊണ്ടുവരാനായിട്ട് അതെ. അദ്ദേഹത്തിന് കഴിഞ്ഞു. അതെ. അതിൽ RSSും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ പ്രിയങ്ക ഖാർഗെ പറയുന്നത് തെറ്റാണ്. ഉം. അംബേദ്കർ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അംബേദ്കറുടെ ഒരു പുസ്തകമുണ്ട്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, പിന്നെ പാക് ആൻഡ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്നൊരു പുസ്തകമുണ്ട്. 1940 മറ്റേ അദ്ദേഹം എഴുതിയതാണ്. അതിനകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഇസ്ലാം മതത്തിനെ കുറിച്ച്. ഇസ്ലാം മതത്തിന്റെ ബ്രദർഹുഡ് എന്ന് പറയുന്നത് അതൊരു പിന്നെ റിലീജിയസ് ബ്രദർഹുഡ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഞമ്മന്റെ ആളിന് നമ്മള് സ്നേഹിക്കും, ആ ബ്രദർഹുഡ് ആണ് നിലനിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? അതാണ് നമ്മള് പാൽഗാമിലും കണ്ടത്. പാൽഗാമിൽ ഒരു വെടിവെക്കാതെ വിട്ടത് ആരാണ്? ആരെയാണ് വിട്ടത്? മുസ്ലിങ്ങളെ. അപ്പൊ മുണ്ടുപൊക്കി നോക്കിയപ്പോൾ മുസ്ലിം ആണെന്ന് ഉറപ്പ് വന്നവനെ മാത്രം, അല്ലെങ്കിൽ കലിമ ചൊല്ലി തെളിയിച്ചപ്പോൾ മാത്രമാണ് അവനെ പുറത്തു വിട്ടത്, അല്ലേ? അല്ലാത്തവനെ വിട്ടില്ല. അപ്പൊ അവരുടെ ബ്രദർഹുഡ് എന്താണെന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ പറഞ്ഞത് ആ ബ്രദർഹുഡ് എന്ന് പറയുന്നത് റിലീജിയസ് ബ്രദർഹുഡ് ആണ്, അത് വളരെ ഫെനാറ്റിക് ബ്രദർഹുഡ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കറക്റ്റ് അല്ലേ? അതുപോലെ അദ്ദേഹം പറഞ്ഞു പിന്നെ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാഷ്ട്രം ഉണ്ടാകുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അത് വളരെ ദോഷം ചെയ്യും, അത് ഒരിക്കലും പിന്നെ ഒരു നല്ല രീതിയിലേക്ക് പോകില്ല എന്ന് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിരുന്നു. അത് റിലീജിയസ് ബേസ്ഡ് ആയിട്ട് വന്ന് റിജിഡായിട്ട് മാറും. അത് തന്നെയാണ് സംഭവിച്ചത്. 10% ഉണ്ടായിരുന്ന ഹിന്ദു വിഭാഗം അങ്ങ് പോയില്ലേ അവിടുന്ന്. പാകിസ്ഥാനിലുണ്ടായിരുന്ന ഹിന്ദുക്കൾ, അവരെ വിശ്വസിച്ച് ജിന്നയൊക്കെ വിശ്വസിച്ച് അവിടെ താമസിക്കുന്നവർ, കാശ്മീരി പണ്ഡിറ്റുകളൊക്കെ കാശ്മീരി പണ്ഡിറ്റുകളുടെ സ്വകാര്യ ബില്ലെന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ പണ്ഡിറ്റുകൾ മുഴുവൻ ഓടിപ്പോയില്ലേ? അന്ന് ആരും സഹായിക്കാനില്ലായിരുന്നു. കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്നു, അതിനെ മുഴുവൻ ഓടിച്ചപ്പോഴും അവിടെ ആരും സഹായിക്കാനില്ലായിരുന്നു. ഞാൻ ഓർക്കണം അനൂപം ഖേറൊക്കെ അവരുടെ ആ കുടുംബമൊക്കെ. അതെ. അപ്പൊ ബ്രദർഹുഡ് ഉണ്ടായിരുന്നെങ്കിൽ കാശ്മീരികൾ അങ്ങനെ ചെയ്യുമോ? പണ്ഡിറ്റുകളെ അങ്ങനെ ഓടിക്കുമോ? അവരും ബ്രദറായിട്ട് കാണണ്ടേ? വി ആർ ഷെയറിംഗ് ദ സെയിം ലാൻഡ്, ഒരേ ഭൂമി, ഒരേ വെള്ളം, ഒരേ വായു ശ്വസിക്കുകയും കുടിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്ന നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞ് നിൽക്കണ്ടേ? ആ ബ്രദർഹുഡ് എവിടെ പോയി? അതാണ് അംബേദ്കർ പറഞ്ഞത്. ആ ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ വെരി റിജിഡ് ബ്രദർഹുഡ് ആണ്, അത് ഹൈലി റിലീജിയസ് ബ്രദർഹുഡ് ആണ്, ഞമ്മന്റെ ആളിന് മാത്രമുള്ള ബ്രദർഹുഡ് ആണ് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അപ്പൊ അംബേദ്കർ പറഞ്ഞത് പ്രിയങ്ക ഖാർഗെ നേരെ വായിക്കണം. അദ്ദേഹം പാക് ആൻഡ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം വായിക്കണം, അംബേദ്കറുടെ പുസ്തകം. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവേഷനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞത് പല ഘട്ടങ്ങളിലും 1000 വർഷത്തെ പിന്നെ ആക്രമണങ്ങൾ ഇന്ത്യയെ നേരിട്ടു. അതിൽ മുസ്ലിം ആക്രമണങ്ങൾ മുഴുവൻ അതൊരു രാഷ്ട്രീയ അധിനിവേശമായിരുന്നില്ല എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള അധിനിവേശങ്ങളായിരുന്നു. അതിന്റെ ദോഷം വളരെ വലുതായിരുന്നു. ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കുന്നതിന് അത് വളരെ, അത് തന്നെയാണ് ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്തെ കീഴടക്കുന്നതിനും. അല്ല, അതല്ല, ഈ മുസ്ലിം ഇൻവേഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ പിന്നീട് നമ്മളെ ഫ്രഞ്ചുകാരായാലും ബ്രിട്ടീഷുകാരായാലും ഡച്ചുകാരായാലും ആർക്കും ഇവിടെ വന്ന് കീഴടക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാക്കിയത് ഈ ഒരു സെപ്പറേഷൻ വന്നുകൊണ്ടാണ്. ഇവിടെ കുറെ പേരെ ഹിന്ദുക്കളായും കുറെ പേരെ മതം മാറ്റി മുസ്ലിങ്ങളാക്കിയും ഒക്കെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തതാണ്. ഹിന്ദുക്കൾക്ക് പക്ഷെ അങ്ങനെ ഇല്ലായിരുന്നു. അതെ, എന്നിട്ടും നിലനിന്നുള്ളതാണ്. ഈ ഇത്രയും വലിയ അടിച്ചമർത്തൽ ഒരു ഭരണകൂടത്തിൻ്റെത്, മുഗൾ ഭരണകൂടത്തിൻ്റെത് മുഴുവൻ നിന്നിട്ടും അവരെ മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ റിലീജിയസ് ബേസിൽ മാത്രം അവർ നിന്നു. അന്ന് RSS ഇല്ലാഞ്ഞിട്ടും അവിടെ നിന്നു. അത് പക്ഷെ ഇന്നത്തെ ഉണ്ടാവണമെന്നില്ല. അന്നത്തെ ഫെയ്ത്ത് അത്രയ്ക്ക് വലുതായിരുന്നു. ഹിന്ദു എന്ന് പറയുന്നത് റിച്വൽസിനെ ബേസ് ചെയ്താണ്. ജനനം മുതൽ മരണം വരെ നമ്മുടെ റിച്വൽസിനെ ബേസ് ചെയ്താണ്. ഒന്നിൽ നിന്നും അത് ഒരു പള്ളിയിലും ഒരു അമ്പലത്തിലും പോകേണ്ട, ഒരു പ്രീസ്റ്റും വേണ്ട, പക്ഷെ ആ റിച്വൽസ് നമ്മുടെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെയുള്ള കർമ്മങ്ങൾ, പ്രവൃത്തികൾ, വിവാഹത്തിന് ശേഷം മുതൽ കുഞ്ഞ് ജനിക്കുമ്പോൾ, ഇങ്ങനെ എല്ലാം ഓരോ റിച്വൽസിൽ അധിഷ്ഠിതമാണ്, ഓരോ പ്രക്രിയകളിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ഈ മതം ഇങ്ങനെ. പക്ഷെ ഇപ്പോൾ അത് മോഡേൺ ആകുമ്പോൾ അതൊക്കെ പോകും. അപ്പോൾ അന്ന് ചിലപ്പോൾ RSSനെ പോലുള്ളൊരു സംഘടനയ്ക്ക് വളരെ പ്രസക്തി ഉണ്ട്. അതുകൊണ്ടാണ് 100 വർഷമായി RSSനെ വളർത്തുകയല്ലാതെ ഇന്ത്യയിൽ ജനം തളർത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഹിന്ദു ഒരിക്കലും ആരെയും ഇങ്ങനെ വളർത്താറില്ല. ഹിന്ദു ഒരു റിലീജിയസ് ബേസ് പറഞ്ഞാലും ഹിന്ദുവിൻ്റെ തലയിൽ കയറില്ല. അവൻ്റെ മനസ്സെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളത് തന്നെയാണ്.
ഹിന്ദുവിന് ഒരിക്കലും റിജിഡായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അവരുടെ കൺസെപ്റ്റ് അങ്ങനെയാണ്, സനാതന ധർമ്മം ഉൾപ്പെടെയുള്ളത് അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ പ്രിയങ്ക ഖാർഗെ പറയുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ കടുത്ത രാഷ്ട്രീയ അതിമോഹങ്ങൾ വെച്ചിട്ടും താല്പര്യങ്ങൾ വെച്ചിട്ടുമാണ് കോൺഗ്രസിന് BJPയോ RSSനെയോ എതിർക്കാനുള്ള ഇല്ലായ്മയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ജൽപ്പനങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.